എന്നാ പറ്റിടി? വന്നപ്പോ തൊട്ട് ഒരു വൈക്ലഭ്യം. ഉഷീൻ മീരയെ തട്ടി വിളിച്ചു. ഒന്നുമില്ല. മീര അർജുനെ നോക്കി താടിക്ക് കൈ കൊടുത്തു. ചിന്തകൾ വേറെ എവിടെയോ പാറി നടന്നു. എനിക്ക് വേണ്ടെങ്കിലോ സമാധാനം? എന്തിനാ ഈ വാശി? അവനും കഷ്ടപ്പെടുന്നത് താൻ കാണുകയല്ലേ? തന്നെ ഒന്ന് നോക്കാൻ കഴിയാതെ, ഒന്ന് മിണ്ടാൻ കഴിയാതെ. അവന് വേണ്ടിയല്ലേ താൻ ക്ലാസ് പോലും മിസ്സാക്കിയത്? ഒന്ന് സംസാരിച്ചാൽ എന്താ? കണ്ണിലൊരു നീരുറവ ജനിക്കാൻ തുനിയുന്നുണ്ടോ? ഇല്ല. എന്ത് വന്നാലും താൻ വീണ്ടും കരയില്ല. ഡീ പോത്തെ. ആരോ അവളുടെ തലയിൽ തട്ടി വിളിച്ചെന്ന് മനസ്സിലായി മീര നോക്കുമ്പോൾ പാടാൻ റെഡിയായി നിൽക്കുന്നു അർജുൻ. പാടാൻ പോവാടി. അവൾ ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. പിഞ്ചുമരിൽ ചാരി കൈകെട്ടി നന്ദൻ ശ്വാസം വലിച്ചെടുത്തു. മീര അർജുനെ കണ്ണെടുക്കാതെ നോക്കുന്നത് കാണുന്നുണ്ടെങ്കിലും ആ കണ്ണുകളും തന്നെ പോലെ അസ്വസ്ഥമാണ്. കാരണം താൻ തന്നെയാണ്. അവളെ നോക്കി നിന്നവൻ തല ചുമരിൽ ചായച്ചു. നമ്മൾ സംസാരിക്കേണ്ട മീര. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞതായി തന്നെ ഇരിക്കട്ടെ. സർ, പാടാൻ തുടങ്ങുവാന്ന് അർജുൻ കൈ ഉയർത്തി. ഫോണിൽ കരോക്കെയൊക്കെ ഇട്ട് ഹൈടെക്കാണ്. നന്ദൻ തലയാട്ടി മിഴികൾ പഴയ ഇടത്തിലേക്ക് തിരിഞ്ഞു. പാട്ട് കേട്ട പാടെ നന്ദന്റെ പുരികം ചുളിഞ്ഞു. ഇവന് വേറൊരു പാട്ടും കിട്ടിയില്ലേ? സോണിയ സോണിയ സൊക്ക വയ്ക്കും സോണിയ കാതലിൽ എന്ത വകை കൂറ്. കോപ്പ്. കാതലിലെ രണ്ട് വകை സൈവമുണ്ട് സൈവമുണ്ട് രണ്ടിൽ നീ എന്ത വകை കൂറ്. അറിഞ്ഞിട്ട് ഇവനിപ്പ എന്താ? ക്ലാസ് കൂടെ കൈയടിച്ചു. ഉഷീൻ മീരയെ ഇടതുതോളിൽ തട്ടി കൈയടിക്കാൻ ആംഗ്യം കാണിച്ചത് കൊണ്ട് മീരയും കൈതട്ടാൻ തുടങ്ങി. ബാക്കി അശ്വതി പാടി. ഈ കുറിപ്പിന് ഇതിന്റെ അർത്ഥം വല്ലതും അറിയോ? നന്ദൻ നെറ്റിക്ക് കൈ കൊടുത്തു. ഇതിനൊക്കെ അനുവാദം കൊടുത്ത് തന്നെ വേണം പറയാൻ. അർജുൻ വികാരഭരിതനായി അടുത്ത സ്റ്റാൻസ തുടങ്ങി. സൈവം അസൈവത്തിന്റെ മീനിങ് വിളമ്പണമല്ലോ. പൂവോട് ഉരസും പൂങ്കാற்றை പോല സീരോട് അணைத்தால் അത് സൈവം. വേരോട് വளைக்கும் പുയൽ കാற்றை പോല മാർബോട് ഇഴുത്താൽ അത് അസൈവം. പാടി അർജുൻ മീരയെ ലജ്ജയോടെ നോക്കുന്നു. പാടുന്നവനോ അർത്ഥം അറിയില്ല. അവൾക്കും മനസ്സിലായില്ല. മീര തിരികെ പുഞ്ചിരിച്ച കണ്ടതും നന്ദന് കാര്യം പിടികിട്ടിയിരുന്നു. അവൾ അവിടെ ഇല്ല. ആ മനസ്സ് വേറെ എവിടെയോ ആണ്. കാതൽ ക്രിക്കറ്റിൽ ചട്ടമില്ലേ, ഒരു ശാസ്ത്രമില്ലേ, റൺസ് എടുപ്പത് താൻ വേല. ഒന്ന് അവസാനിച്ച് കിട്ടിയാൽ മതിയെന്ന പോലെ മീര ഉഷീനെയും അശ്വതിയെയും മാറി മാറി നോക്കി. പാട്ടിൽ ലയിച്ചിരിക്കുന്നു രണ്ടും. താൻ മാത്രം എന്താ ഇങ്ങനെ? അശ്വതിയെ നോക്കാനെന്ന വണ്ണം അവൾ കഴുത്ത് സാവധാനം പിന്നിലേക്ക് ചരിച്ചു നോക്കിയപ്പോൾ തന്നെ ഉറ്റുനോക്കുന്ന നന്ദനെ മീര കണ്ടിരുന്നു. അവൻ തന്നെ നോക്കി നിൽക്കുന്നു. പെട്ടെന്നവൾ നോക്കുന്ന കണ്ട് നന്ദൻ കൈ കണ്ണിന് മറയായി വെച്ചതും മീര തിരിഞ്ഞ് അർജുനെ നോട്ടമിട്ടു. എന്തോ പാട്ട് തീരും വരെ കാക്കാനുള്ള ക്ഷമയില്ലാതെ ഡെസ്കിൽ താങ്ങിയിരുന്ന കയ്യിൽ അവൾ ഞെട്ടി വിളിച്ചു, അർജു. അപ്പോഴേക്കും കുളിരുകോരി അർജുനും പാട്ട് നിർത്തി അവളെ നോക്കി. എന്തോ ആടി? അവന്റെ കൈ പിടിച്ച് വലിച്ചവൾ കാതിൽ കൈവച്ച് മറച്ച് തന്റെ അതിയായ ആഗ്രഹം അറിയിച്ചു. ടാ, സാറിനോടും കൂടി പാടാൻ പറടാ. നിന്റെ കമ്പനിയല്ലേ, നീ പറഞ്ഞ കേൾക്കും. അവൾ കണ്ണുകൾ കൊണ്ട് കൊഞ്ചി. അങ്ങേര് പാടോ? കണ്ടിട്ട് പാടുന്നു തോന്നില്ലേ? നീ ചോദിച്ചോക്ക്, പാടും. മീര ചോദിച്ചാൽ സാധിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റോ? സാർ, എന്ത് കൊനഷ്ടാണെന്നറിയാൻ നന്ദൻ നോക്കി നിൽപ്പുണ്ടായിരുന്നു. എനിക്ക് പാടാൻ ചാൻസ് തന്നതല്ലേ, ബ്രോ കൂടി ഒരു പാട്ട് പാടു ബ്രോ. അതിന് എനിക്ക് പാടാൻ അറിയില്ലല്ലോ. നന്ദൻ കനപ്പിച്ച മുഖത്തോടെ പുറത്തേക്ക് കൺതിരിക്കുന്ന കൂടി കണ്ടപ്പോൾ മീര ചോര വറ്റി നിന്നിരുന്നു. പ്രതീക്ഷിച്ചത് തന്നെയാണ്. പാട്ട് മാത്രമല്ല, അവൻ തമിഴ് പറഞ്ഞു പോലും കേൾക്കുന്നില്ല. അവൾ വേഗം അശ്വതിയെ തട്ടി വിളിച്ചു. നീ സാറിന്റെ ഫാൻ അല്ലേടി, ഒന്ന് പറയടി പാടാൻ. സാറ് പാടില്ലെന്ന് നിനക്ക് ചെവി കേട്ടൂടെ? എടി, MG ശ്രീകുമാറിനെ പോലൊന്നും പാടണ്ടടി. ഏതേലും പാട്ട് ചുമ്മാ മൂളിയാ മതിയെന്ന് പറ, നിനക്ക് കേൾക്കണ്ടേ? കുണുങ്ങി ചിരിച്ച് അശ്വതിയും പിന്നിലേക്ക് തിരിഞ്ഞു. രണ്ടുപേരും ഞങ്ങൾക്ക് വേണ്ടി പാട് സാർ, പ്ലീസ് പ്ലീസ് സാർ. പിള്ളേരും കൂടി. നന്ദൻ എയർ പിടിച്ചു തന്നെ. സാർ പ്ലീസ്, 2 വരി. ഞങ്ങൾ വേണേൽ കരോക്കെ ഇട്ട് തരാം ബ്രോ. നിന്റെ കോപ്പിലെ കരോക്കെ ഒന്നും അവന് വേണ്ടെന്ന് പറയാൻ തോന്നി മീര വാടച്ചു. എന്തേലും ആവട്ടെ, അവനൊന്ന് പാടിയാ മതി. കരോക്കെ ഇടട്ടെ ബ്രോ, കുറെ പാട്ടുണ്ട്. അർജുൻ ഫോൺ തോണ്ടി. ഇടർജുൻ, ഏതേലും തമിഴ് സോങ് ഇട്. മീര അവനെ നോക്കി നന്നായി വിളിച്ചു. ഓക്കെ ഡിയർ, ഒരു പൊളി സാധനമുണ്ട്. അവൻ കണ്ണിറുക്കി. മീര പിന്നിലേക്ക് തിരിഞ്ഞ് അശ്വതിയുടെ മറവിലൂടെ നന്ദന്റെ ഭാവം നിരീക്ഷിച്ചു. നെറ്റിയിൽ തടവി നിൽക്കുന്നു. നല്ല ദേഷ്യമുണ്ട്. ഉറപ്പു തന്നെ നോക്കുന്നേയില്ല. പെട്ടെന്ന് അർജുൻ ഒരു പാട്ടിട്ട് ഒച്ച കൂട്ടിയത് നന്ദൻ ശ്രദ്ധിച്ചിട്ടാണോ എന്നറിയില്ല. അവന്റെ ഭാവം ദേഷ്യത്തിൽ നിന്ന് വഴുതി അവനാകെ ഉരുകി ഒലിക്കുന്നുണ്ട്. ആ കണ്ണുകൾ തന്നെ തേടുന്നു. താൻ നോക്കുന്ന കണ്ട് തലയിൽ കൈകൊടുത്ത് തിരിഞ്ഞു നിൽക്കുന്നു. അപ്പോഴേക്കും പതിയെ അവളുടെ കാതുകളും അത് ശ്രവിച്ചു തുടങ്ങിയിരുന്നു. ഹായ് മല്ലി, I am Krishnan. Neither
உங்கள்கிட்ட சொல்லியாகணும், நீ அவ்வளோ அழகு. இங்கே எவனும் இவ்வளோ ஒரு அழகை பார்த்துருக்க முடியாது. മീരയുടെ സമനിലയാകെ തെറ്റും പോലെ തോന്നി. അർജുൻ എന്ന് വിളിച്ചതല്ലാതെ എന്ത് പറയണമെന്നറിയാതെ അവൾ തവിച്ചു. ഇരുവശം മുടിയിഴകൾക്കിടയിൽ കൈയൂർന്ന് മീര ഭ്രാന്ത് പിടിച്ച പോലെ തലകുണിച്ച് ഡെസ്കിൽ തലവെച്ചു. കാതു പൊത്തിപ്പിടിച്ചു. എന്നാലും കേൾക്കാം മ്യൂസിക്കിൽ ഇഴചേർന്ന നന്ദന്റെ സ്വരം. ഈ ഒളിച്ചുകളി മതിയാക്കണ്ടേ മീര? ഗ്രില്ലിൽ ചേർത്ത് നിർത്തി കഴുത്തിനിരുവശം പിടിച്ച് 2 കരങ്ങൾ തന്റെ മുഖത്തെ വലിച്ചെടുപ്പിക്കുന്നു. പെരുവിരൽ തന്റെ ചുണ്ടിനെ തലോടുന്നു. കിസ്പണ്ണത്തോന്നു തേടി. തന്റെ കീഴ്ചുണ്ട് നുണഞ്ഞ് മത്ത പിടിച്ച പോലെ തന്റെ കണ്ണുകളിൽ, നെറ്റിയിൽ, ചുണ്ടുകളിൽ ആ അധരം ഒഴുകി നടക്കുന്നു. ശ്വാസമെടുക്കാൻ കഴിയാതെ അവനും താനും. കണ്ണുകൾ മുറുക്കിയടച്ചതും അടക്കി വെച്ച നീരുറവ് അനുവാദം ചോദിക്കാതെ പുറത്തേക്ക് ചാടി. എന്തിനായിരുന്നു മീര എല്ലാം? ഡീ ഉഷീൻ വിളിച്ചിട്ടാണ് അവൾ പൊട്ടിക്കരയുന്നത് അർജുനും ശ്രദ്ധിച്ചത്. അവൻ പെട്ടെന്ന് പാട്ട് നിർത്തി അവളെ തോളിൽ പിടിച്ച് നിവർത്താൻ നോക്കി. ഡീ എന്തു പറ്റി ഡീ? അതേസമയം ജനാലപ്പടിയിൽ കൈവച്ച് പുറത്തേക്ക് തിരിഞ്ഞ് ആഞ്ഞു നിശ്വസിക്കാൻ ശ്രമിക്കുകയായിരുന്നു നന്ദൻ. കണ്ണുകൾ നിറയുന്നു. എന്ത് മറന്നു എന്ന് 5 വർഷത്തിൽ? ഒരു മറന്നില്ല സർ. പിന്നെന്ന് വിളി കേട്ട് നോക്കുമ്പോഴാണ് മങ്ങിയ കാഴ്ചയിൽ മീര കരയുകയാണെന്ന് അവൻ കാണുന്നത്. കൈയുടെ പിൻഭാഗത്തിൽ ആരും കാണാതെ കണ്ണൊപ്പി നന്ദൻ വിടർന്ന കണ്ണുകളോടെ മുന്നിലേക്കോടി. എന്ത് പറയാനാ താൻ? കരയണ്ടാന്നോ? എന്തുവാടി പറ്റിയേ? എണീക്കടി. ഉഷീനും അർജുനും മാറി മാറി കുലുക്കിയിട്ടും അവൾ നിവരുന്നില്ല. അങ്ങനൊന്ന് തൊടാനുള്ള അധികാരം തനിക്കില്ലല്ലോ. നന്ദൻ ഡെസ്കിൽ കൈരണ്ടും കുത്തി അവളുടെ ഉലഞ്ഞ മുടിയിഴകളെ തലോടാൻ മോഹിച്ചു നോക്കി മുഖം താഴ്ത്തി. അഴാതെന്ന് പറയേണ്ടവനല്ലേ താൻ? ഹേയ്. അവൻ തൊണ്ട ശരിയാക്കി. ഹേയ് മീര. ഉള്ളു പിടഞ്ഞു ആ വിളിയിൽ. മീര. വിളിക്കേൽക്ക് മീര. ഇടറിയ ഒച്ചയിൽ അവൾ കണ്ണുകൾ ഉയർത്തി. തന്നെ നോക്കി തൊട്ടു മുന്നിൽ നിൽക്കുന്ന കൺകളെ നോക്കി കേണു. ഇത്രയും അടുത്ത് അവസാനം അവനെ കാണുമ്പോൾ ആ മൂക്കും ചുണ്ടുകളും തന്നെ രുചിക്കുകയായിരുന്നു. എന്ത് പറയണമെന്നറിയാതെ നന്ദൻ വിറയലോടെ നോക്കി. അയ്യോ ഓക്കെ? ആ കണ്ണുകളും ചുവന്ന് കലങ്ങിയിരുന്നു. കണ്ണെടുക്കാതെ മീര മൂളി. കള്ളമാണ്. ഇടത് കണ്ണ് കവിഞ്ഞൊഴുകുന്നത് നന്ദൻ വിങ്ങലോടെ കണ്ടു. സ്റ്റാഫ് റൂമിലേക്ക് വരുന്നോ? വിശ്വസിക്കാനാകാതെ അവളുടെ കണ്ണുകൾ വികസിച്ചിരുന്നു. ഡി ഞങ്ങളും വരണോ? ഉഷീനും അർജുൻ അവളെ തന്നെ നോക്കി നിൽപ്പാണ്. വേണ്ടെന്ന് തലയാട്ടി മീര നന്ദന്റെ ഒപ്പം ഇറങ്ങി. എങ്ങോട്ടെന്നില്ലാതെ അവർ ഒന്നിച്ചു നടന്നു. ഒന്നും പറയാനില്ലാഞ്ഞിട്ടോ പറയാനുള്ള ധൈര്യമില്ലാഞ്ഞിട്ടോ മൂകത മാത്രം തളം കെട്ടിക്കിടന്നു. നന്ദൻ ഒരു വശത്തേക്ക് തിരിഞ്ഞ് മൂക്ക് ചിണുക്കുമ്പോൾ മീര തന്റെ കൺകളെ വലതു കൈയാൽ ഒപ്പിയെടുക്കാൻ ശ്രമിച്ചു. നന്ദൻ സാവധാനം നടന്നു തിരിഞ്ഞത് ക്യാൻറ്റീനിലേക്കാണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. താൻ മുഖം കഴുകിയിട്ട് വാ. മീര വാഷ് ഏരിയയിലേക്ക് പോയതിന് പിറകെ നന്ദൻ 2 ലൈൻ പറഞ്ഞൊരു ടേബിളിൽ ചെന്നിരുന്നു. ക്ലാസ് ടൈം ആയതിനാൽ അധികം ആരുമില്ല. മീര മുന്നിൽ വന്നിരുന്നതോ ദാസേട്ടൻ ലൈം കൊണ്ടുവച്ചതോ നന്ദൻ അറിഞ്ഞിരുന്നില്ല. ജനാല വഴി പുറത്തേക്ക് കണ്ണിട്ടവൻ കാണുകയായിരുന്നു തൻ്റെ നെഞ്ചിൽ ചേർന്നിരുന്ന പ്രാണനെയും കൊണ്ടൊരു 17കാരൻ സൈക്കിളിൽ പായുന്നത്. ലൈം കയ്യിൽ പിടിച്ച് കുടിക്കാനാകാതെ മീരയും വടി പോലിരുന്നു. ഒരു കണ്ണീർ തുള്ളി വെമ്പി വീണത് അവളും അറിഞ്ഞിരുന്നില്ല. ഒരു സ്കൂൾ വരാന്തയിലൂടെ ആരുടെയോ കൈ പിടിച്ച് 4ാം നിലയിലേക്ക് വീണ്ടും വീണ്ടും ഓടിക്കേറെയായിരുന്നു അവളപ്പോൾ. മാത്യു ക്യാൻറ്റീനിലേക്ക് കയറി വന്നതും കണ്ണുപോയത് എതിർമുഖം ഇരുന്നിട്ടും വേറേതോ ലോകത്ത് ലയിച്ചിരിക്കുന്ന 2 പേരിലാണ്. നന്ദ, ഡാ നന്ദ. ഒരു കൈ തൻ്റെ തോളിൽ വീണ് നന്ദൻ ഞെട്ടിത്തിരിഞ്ഞു. മുന്നിൽ നിശ്ചലയായിരിക്കുന്ന മീരയുടെ കണ്ണ് വീണ്ടും നിറഞ്ഞൊഴുകുന്നു. എന്തേലും പ്രശ്നമുണ്ടോ നന്ദ? മാത്യു നന്ദന്റെ അടുത്ത് കസേരയിൽ ഇരുന്നത് കണ്ടവൾ വേഗം മുഖം തുടച്ചു. മീരയെ നോക്കിയാണ് ചോദ്യം. ഏയ് ഇല്ല അങ്കിൾ, ഇത് മീര, എൻ്റെ സ്റ്റുഡൻ്റാ. ക്ലാസ്സിലിരുന്ന് കരയുന്ന കണ്ടിട്ട് ജസ്റ്റ് വിളിച്ചുകൊണ്ട് വന്നതാ. എന്നിട്ട് നീ എന്താ വല്ലാണ്ട്? അങ്കിളിൻ്റെ ചോദ്യം കേട്ടാണ് തൻ്റെ കണ്ണും നിറഞ്ഞിരുന്നു എന്നവൻ ശ്രദ്ധിച്ച്. ഇതോ? കണ്ണിലെ ഈരം കയ്യിൽ പകർത്തി അവനൊരു കള്ളച്ചിരി ചിരിച്ചു. ഇവരുടെ ക്ലാസ് ഫുള്ള് പൊടിയാ അങ്കിൾ, അതിൻ്റെയാ. സർ ഞാനെന്നാ? സംശയം ഒഴിവാക്കാൻ മീര എഴുന്നേൽക്കാൻ ഒരുങ്ങിയത് നന്ദൻ തടയിട്ടു. വേണ്ട, ഇരിക്കെ. അങ്ങനെ പറഞ്ഞു വിടാനല്ല കൂട്ടിക്കൊണ്ടുവന്നത്, അതും ഇങ്ങനെ മിഴിവാർന്ന മുഖത്തോടെ. മീര, ഇത് മാത്യു അങ്കിൾ, അമ്മയുടെ ഫ്രണ്ടാ. ഇവിടെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലാ. അങ്കിളാ എന്നെ ഇവിടേക്ക് റെക്കമെൻഡ് ചെയ്ത്. നന്ദൻ അത്രയും സംസാരിച്ചത് തന്നെ അവൾക്ക് വലിയ ആശ്വാസമായി തോന്നി. പറയും പോലെ ഊർമിളയ്ക്ക് എങ്ങനെയുണ്ട് നന്ദ? ഡോക്ടർ വല്ലതും പറഞ്ഞു? ഞാൻ അങ്കിളിനോട് പറയാൻ വിട്ടതാ. അമ്മയ്ക്ക് തൈറോയിഡ് ലെവൽ ഇപ്പോൾ റേഞ്ചിലായിട്ടുണ്ട് അങ്കിൾ. ഡോക്ടറിനെ കണ്ടില്ല, കാണണം. എന്നിട്ട് വേണം സർജറിക്ക് ഡേറ്റ് ഫിക്സ് ചെയ്യാൻ. അതൊരു ഗുഡ് ന്യൂസ് ആണല്ലോ. മാത്യു ആത്മാർത്ഥമായി ചിരിച്ചു. നന്ദ, ഞാൻ വൈകിട്ട് വീട്ടിലേക്ക് വന്നാൽ ഓക്കെ അല്ലേ? ഇതൊക്കെ ചോദിക്കുന്ന എന്തിനാ അങ്കിൾ? ഫ്രീ ആകുമ്പോൾ അമ്മയ്ക്കും ഒരു കമ്പനിയാകും. എന്നാൽ നിങ്ങളിരിക്കെ, ഞാൻ ഇറങ്ങുക. വിഷമിക്കണ്ട കേട്ടോ, ഒക്കെ ശരിയാകും. ആരോടുമില്ലാതെ പറഞ്ഞ് മാത്യു എഴുന്നേറ്റു.
അങ്കിൾ പോയതോടെ നന്ദൻ അഭിനയം നിർത്തി. മുടിയിഴകളെ വിരലുകളിൽ കോത്തായി കോർത്തു പിടിച്ചവൻ കൈമുട്ട് ടേബിളിൽ കുത്തി. മുഖം അവളുടെ നേർക്ക് ചെരിച്ചു. കരഞ്ഞതിൻ്റെ ആണോന്നറിയില്ല, ചെറിയൊരു വെട്ടം മുഖത്ത്. മീര. ആർത്തിയോടെ അവൾ കാതോർത്തു. ആ ഏക്കം അവനെ വീണ്ടും സങ്കടത്തിലാഴ്ത്തി. തനിക്ക് സംസാരിക്കണോ? കരഞ്ഞ നയനങ്ങൾ മൗനം പാലിച്ചു. എനിക്ക് തന്നെ കേൾക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല മീര, തന്നോട് മിണ്ടാനോ ഇങ്ങനൊന്ന് ഇരിക്കാനോ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. പക്ഷേ തനിക്ക് തോന്നുന്നുണ്ടോ നമുക്ക് സംസാരിക്കാൻ പറ്റുമെന്ന്? നമ്മളിതൊരിക്കൽ ശ്രമിച്ച് തോറ്റതാ. മറുപടി അവൾക്കും അറിയില്ലായിരുന്നു. ഒരുപാട് സംസാരിക്കണമെന്നുണ്ട്, പക്ഷെ പറഞ്ഞു തുടങ്ങിയാൽ വിഷമം കൂടുകയുള്ളൂ. എന്നാലും ആൻറ്റിക്ക് എന്താ പറ്റിയേ? സംസാരിക്കാൻ കണക്കാക്കി തന്നെ അവൾ ജ്യൂസ് അല്പം ഇറക്കിയത് കണ്ട് നന്ദനും ഗ്ലാസ് ചുണ്ടോട് മുട്ടിച്ചു. നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് അമ്മയ്ക്ക്, നീ റീപ്ലേസ് ചെയ്യണം. സർജറി കഴിഞ്ഞാൽ പിന്നെ ഓടിച്ചാടി നടന്നോളൂ. എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് ആൻറ്റി എന്നെ കാണാൻ വിളിപ്പിച്ചപ്പോൾ മുഴുമിക്കാനാകാതെ അവൾ ഗ്ലാസ് കയ്യിലെടുത്തു. ആൻറ്റി കാരണമാണ് തങ്ങൾ വീണ്ടും മിണ്ടിയത്, വീണ്ടും ഫ്രണ്ട്സായത്, അകലാനാകാത്ത വിധം അടുത്തത്. എന്നിട്ടും ഒടുവിൽ നന്ദൻ്റെ മുഖം അപ്പോഴേക്കും വിവരണമായിരുന്നു. സോറി, ഞാൻ തുടങ്ങും മുന്നേ തോറ്റ പോലെ അവൾ തളർന്നിരുന്നു. ഇറ്റ്സ് ഓക്കെ, ഇതിങ്ങനെ സംഭവിക്കൂ എന്നറിയാം എന്ന ഭാവത്തിൽ അവൻ ഗ്ലാസ്സിൽ മുറുകെ പിടിച്ചിരിപ്പാണ്. തോറ്റുകൊടുക്കാൻ മനസ്സില്ലാതെ അവൾ അടുത്ത ചോദ്യം തേടി. ചേച്ചി എന്തു ചെയ്യുന്നു? കല്യാണം കഴിഞ്ഞു. തന്നെ വിളിക്കണമെന്നുണ്ടായിരുന്നു, ബട്ട് എനിക്കായില്ല. ചെറിയൊരു നോവ് അവൾ പുറത്ത് കാട്ടിയില്ല. ജോബ് നോക്കുന്നുണ്ട്. 2 സംഭാഷണം വലിയ പ്രശ്നമില്ലാതെ പോയതിൽ സമാധാനത്തോടെ അവൾ അടുത്തത് ചോദിച്ചു. കുട്ടികളൊക്കെ? ഒരാളുണ്ട്, പെൺകുഞ്ഞ്. എന്നെ വലിയ കാര്യ. എനിക്കും പെൺകുഞ്ഞുങ്ങളെയാ ഇഷ്ടം. ആരോ തന്നോട് കൊഞ്ചിയതോർത്ത്, കളിയാക്കിയോടി മിസ്സിന്റെ മുന്നിൽ വന്ന് നിന്നതോർത്ത് മീര പരിതപിച്ചു. പറഞ്ഞു തീർന്നത് നാവ് കടിച്ചപ്പോൾ നന്ദൻ നെറ്റിയിൽ കൈകൊടുത്തു. സോറി, തലയ്ക്ക് വട്ടുപിടിക്കുന്നുണ്ട്. എന്തിനാടോ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് വേദനിക്കാനും വേദനിപ്പിക്കാനും? അവൻ കണ്ണടച്ച് ചിന്തകളിൽ അഭയം പ്രാപിച്ചു. ഓരോ മധുര ഓർമ്മകളും ഇപ്പോൾ വേട്ടയാടുന്നു. മീരയുടെ അവസ്ഥയും മറ്റൊന്നായിരുന്നില്ല. ചോദ്യങ്ങൾ ശൂന്യമായി അവൾ മുഖം താഴ്ത്തി. ഞാൻ പോട്ടെ, സങ്കടപ്പെടുത്തി വിടാൻ മനസ്സ് വരണ്ടേ? കുറച്ചു നേരം കൂടി. മീര സമ്മതിച്ച് അല്പനേരം അവർ ഒന്നും ഉരിയാടാനില്ലാതെ ലൈൻ കുടിച്ചിരുന്നു. കുട്ടികളുടെ എണ്ണവും ക്യാൻറ്റീനിൽ കൂടി വന്നിരുന്നു. പെട്ടെന്ന് അളിയ എന്നൊരു വിളി കേട്ടത് നന്ദൻ്റെ വിരലുകൾ ചുരുണ്ടു. താൻ ക്ലാസ്സിലേക്ക് ചെല്ല്. ആൻറ്റോ അപ്പോഴേക്കും ഓടി വന്ന് അവൻ്റെ തോളിൽ പിടിച്ച് കുലുക്കി. എന്നാൽ ചുവന്ന കണ്ണുകളോടെ നന്ദനെ കണ്ട ആൻറ്റോയുടെ നോട്ടം മീരയുടെ നേർക്കായി. എന്നതാടാ പ്രശ്നം? ഒരു കൂസലും കൂടാതെ ആൻറ്റോയെ വകവയ്ക്കാതെ മീര ഇറങ്ങി പോവുകയും ചെയ്തു. ഡാ എന്നതാന്ന്? അവളെ ഞാനെന്ന്. ആൻറ്റോയുടെ കയ്യിൽ കറക്കി വളച്ച് നന്ദൻ അവനെ ചെയറിൽ പിടിച്ചിരുത്തി. മര്യാദയ്ക്കിരുന്നു. ഒരു പ്രശ്നവുമില്ല, പറഞ്ഞില്ലെന്ന് വേണ്ട. പ്രശ്നമില്ലെങ്കിൽ നീ എന്നാത്തിനായിരുന്നു മോങ്ങുന്നേ? പഴയതൊന്നും അല്ലടാ, എല്ലാം അറിഞ്ഞിട്ട് നീ. അതാ എനിക്കും കൊണയ്ക്കാനുള്ളത്. എല്ലാം വാങ്ങിക്കൂട്ടിയിട്ട് ഇനിയില്ല അവളെ പിറകെ നടക്കാനാണേൽ എല്ലാം ഞാൻ അവളോട് പോയങ്ങ് വിളമ്പും. അറിയാലോ എന്നെ. നന്ദന് ചൊടിച്ചു കയറി. പക്ഷെ ശ്രദ്ധ പോയത് വാതിൽക്കൽ പൊട്ടി മുളച്ച മറ്റൊരുത്തനിലാണ്. അർജുൻ, ആ ബ്രോ, അവളെവിടെ? പറഞ്ഞടുത്തെത്തിയതും അവൻ്റെ നോട്ടവും സംശയത്തോടെയായി. ബ്രോയ്ക്കെന്നാ പറ്റി? കണ്ണൊക്കെ ചുവന്നിരിക്കുന്നു. നിങ്ങളുടെ ക്ലാസ് ഫുൾ പൊടിയാടേ. അത് വിട്, അവള് ക്ലാസ്സിലേക്ക് പോയിട്ടുണ്ട്. നീയും കൂടി അങ്ങോട്ട് ചെല്ല്. ഓക്കെ ബ്രോ, ബട്ട് എന്തിനാ അവൾ കരഞ്ഞേ? അറിയില്ലടാ, അവളൊന്നും പറഞ്ഞില്ല. നീ എന്തായാലും ഒന്നും ചോദിക്കാൻ പോണ്ട, ബട്ട് ജസ്റ്റ് ഒന്ന് കൂടെ ഇരിക്കടാ. അർജുൻ അനുസരണയോടെ തിരികെ നടക്കുന്ന കാണുമ്പോൾ ആൻറ്റോയ്ക്ക് ചിരി പൊട്ടി. ഇവനെന്താ നന്ദൻ ലൈറ്റോ? അത് പറഞ്ഞപ്പോഴാണ് അവന് നിന്റെ ഒരു കുറവുണ്ട്. നന്ദൻ പെട്ടെന്ന് അർജുനെ തിരികെ വിളിച്ചു. അർജുൻ ഇവനെ പരിചയപ്പെട്ടില്ലല്ലോ. ആൻറ്റോ നിന്റെ സീനിയറാ. ഓ ഹായ് ബ്രോ. അർജുൻ കൈ നീട്ടി. ഹായ്. ആൻറ്റോ പുച്ഛത്തിൽ കൈ കൊടുത്തു. മീരയുടെ നൈബറാ. അതെന്തിനാ വിളമ്പിയതെന്ന ഭാവത്തിൽ ആൻറ്റോ ചെറഞ്ഞു. ശരിക്കും ബ്രോ വന്നേ എന്നും പറഞ്ഞ് അർജുൻ ആൻറ്റോയുടെ തോളിൽ കൈയിട്ടു. എനിക്ക് കുറച്ച് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ ബ്രോ? പിന്നെ അവൻ ചെയ്യും. ഇല്ല ആൻറ്റോ. എന്നാ ഹെൽപ്പ്? ഒന്നാ കൊച്ചിനെ വളച്ചു കൊടുക്കടാ. നിനക്കാവുമ്പോൾ നല്ല എക്സ്പീരിയൻസ് അല്ലേ ആൻറ്റോ? ഈ എന്നോട് തന്നെ വേണോ എന്ന മട്ടിൽ ആൻറ്റോ വീണ്ടും പുച്ഛം വാരി വിതറി. അങ്ങനെയെങ്കിലും നന്ദൻ രക്ഷപ്പെടുമല്ലോ എന്ന് ആലോചിച്ചപ്പോൾ ആൻറ്റോയ്ക്കും തെറ്റു തോന്നിയില്ല. എന്ത് ഹെൽപ്പിനും വിളിച്ചു അനിയ, കട്ടയ്ക്ക് ഞാനുണ്ട്. താങ്ക്സ് ബ്രോ. അർജുൻ കെട്ടിപ്പിടിച്ചു. നിങ്ങൾ പൊള്ളിയാണ് ബ്രോ എന്ന് പറഞ്ഞൊരു കെട്ടിപ്പിടുത്തം നന്ദനും കൊടുത്തു. മതി, നീ അവളുടെ അടുത്തേക്ക് ചെല്ലും. നന്ദൻ അവനെ ഉന്തിത്തള്ളി വിട്ടു.
ആശ്വാസം ഏകേണ്ടവർ തന്നെ സമാധാനം കളയുമ്പോൾ ഇങ്ങനെ ചിലരൊക്കെ ആയിരിക്കും ആശ്വാസം നൽകാൻ നല്ലത്. 7 മണിയായപ്പോൾ വീട്ടിലെ കോളിംഗ് ബെൽ ശബ്ദം കേട്ട് നന്ദൻ മാത്യുവിന് വാതിൽ തുറന്നു കൊടുത്തു. അമ്മ റൂമിലുണ്ട്, അങ്കിൾ വാ. രണ്ടുപേർക്കും സംസാരിക്കാൻ പാകത്തിന് കസേര ഒരുക്കി കട്ടനും സ്നാക്സും ടേബിളിൽ വെച്ച് നന്ദൻ ചിന്തകളിൽ വിഹരിച്ചു നടന്നു. മത്തായിയും ഊർമിളയും ഒരുമിച്ച് പഠിച്ച കാലത്തെ വിശേഷങ്ങൾ അയവിറക്കി ചിരിച്ചുല്ലസിച്ചു. നന്ദു, പെട്ടെന്ന് അമ്മ വിളിച്ച കേട്ടവൻ റൂമിലേക്ക് ചെല്ലുമ്പോഴേക്കും അങ്കിൾ പോകാൻ ഇറങ്ങിയിരുന്നു. കട്ടൻ കലക്കി, ഞാൻ പിന്നൊരിക്കൽ വരാൻ നന്ദ. സർജറിയുടെ ഡീറ്റെയിൽസ് ആകുമ്പോൾ പറയാൻ മറക്കണ്ട. ശരി അങ്കിൾ. കട്ടന്റെ ഗ്ലാസ് കഴുകി കമിഴ്ത്തി വെച്ചവൻ സ്നാക്സും കൊണ്ട് അമ്മയുടെ കട്ടിലിരുന്നു. ചിപ്സ് കുറച്ച് കയ്യിലെടുത്ത് കുറച്ച് ഊർമിള നന്ദനെ ഒരു കൊച്ചുകുട്ടിയെ പോലെ നോക്കി. ആരാടാ അവൾ? അങ്കിളെല്ലാം ധരിപ്പിച്ചിട്ടുണ്ട്. പിടികൊടുക്കില്ലെന്ന ഭാവത്തിൽ അവൻ വെറുതെ ചിരിച്ചു. പിടികൊടുത്താൽ അമ്മ കളിയാക്കും. ഊർമിള വിടാതെ നോട്ടമാണ്. പഴയ കക്ഷിയാണോ നന്ദു? സ്കൂളിൽ പഠിക്കുമ്പോൾ നീ കെട്ടണമെന്ന് കയറ് പൊട്ടിച്ച കുട്ടി. എന്താ അവളുടെ പേര്? ഈ മത്തായിച്ചൻ പോയല്ലോ. പിടിവീണ് നന്ദന്റെ നൊമ്പരം മൂടിയ ചിരി കണ്ട് ഊർമിള അടക്കി ചിരിച്ചു. ഇപ്പോഴും മൂക്കട്ടൊലിപ്പിച്ച് നടക്കാണോ പിള്ളേരെ നിങ്ങൾ? മാറ്റിക്കഴിച്ചത്. കുറുമ്പോടെ അവൻ പ്ലേറ്റ് എടുത്ത് കിച്ചണിൽ കൊണ്ടുവച്ചു. അവൾ ഏത് ഡിപ്പാർട്ട്മെന്റിനാടാ പഠിപ്പിക്കുന്നേ? ഊർമിള വിളിച്ചു ചോദിച്ചു. മാത്സ് മാ. പഠിപ്പിക്കുവല്ല, പഠിക്കുക. എന്ത്? ഊർമിളയുടെ മനസ്സിൽ ഉദിച്ച 1000 ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാതെ നന്ദൻ ലൈറ്റ് ഓഫ് ചെയ്ത് അവൻ്റെ റൂമിലേക്ക് പോയിരുന്നു. പില്ലോയിൽ ചായുമ്പോഴും ചഞ്ചലമായ മനസ്സ് ചോദ്യങ്ങൾ കൂട്ടം കൂട്ടമായി എഴുതു. ഉറങ്ങാൻ കഴിയാതെ നന്ദൻ കട്ടിലിൽ ഉരുണ്ടു പിരണ്ടു. അവൾക്ക് ശരിക്കും എന്താ പറ്റിയത്? പെട്ടെന്ന് ദേഷ്യപ്പെടുന്നു, പെട്ടെന്ന് ശമിക്കുന്നു, എന്തൊക്കെയോ പറയാൻ വിതുമ്പുന്നു. സ്റ്റാഫ് റൂമിൽ തൻ്റെ ഒപ്പം നിലത്തിരുന്ന് കരഞ്ഞ നിഷ്കളങ്ക മുഖം അവൻ്റെ നെഞ്ചിലൂടെ ഓടി മറന്നു. വീട്ടിലറിഞ്ഞ എന്നെ കൊല്ലും മിസ്, ഒന്നും മനസ്സിലാക്കും മിസ് പ്ലീസ്. അന്നത് കേൾക്കുമ്പോൾ ഹൃദയം കീറി മുറിയും പോലെ തോന്നി. ഇന്നാലോചിക്കുമ്പോൾ ആ പേടി എന്താന്ന് തനിക്ക് തോന്നാത്തെ? മിസ്സിന് പ്രശ്നം ഉണ്ടാക്കിയ പോരെ? ദാ എൻ്റെ വീട്ടിൽ പറഞ്ഞു. ധാർഷ്ട്യത്തോടെ താൻ പറഞ്ഞതെന്താ അവൾക്ക് പറയാൻ കഴിയാത്തെ? ഞാൻ വന്ന് സംസാരിക്കാൻ തൻ്റെ വീട്ടിൽ, എങ്ങനെയും പറഞ്ഞ് സമ്മതിപ്പിക്കാം മീര. ഒന്ന് നോക്കടി പ്ലീസ്. എന്ത് സംസാരിക്കാൻ? എന്താ നീ സംസാരിക്കാൻ? എന്താ? ആരും ഒന്നും സമ്മതിക്കില്ലടാ, ആരും സമ്മതിക്കില്ല. താൻ അവളെ അന്ന് മനസ്സിലാക്കാൻ കൂട്ടാക്കിയിരുന്നു. അവൾ പറഞ്ഞതായിരുന്നില്ലേ ശരി? 17 വയസ്സിൽ താൻ ആരോട് എന്ത് പറയാനാ, എന്ത് കാട്ടാനാ? വീട്ടിലറിഞ്ഞ എന്നെ കൊല്ലും മിസ്. മനസ്സിൽ മൂർച്ചയുള്ള കഠാര കുത്തിയിറങ്ങും പോലെ. അവൾക്ക് എന്താ സംഭവിച്ചേ? മീര, തൻ്റെ വീട്ടിൽ മിസ് ശരിക്കും പറഞ്ഞിരുന്നോ? എന്താടോ തനിക്ക് സംഭവിച്ചത്? ഞാൻ തന്നെ ഇട്ടിട്ട് ഓടിപ്പോവുകയായിരുന്നില്ലേടി? ഇരുകൈയും തലയിൽ വെച്ച് നന്ദൻ ആർത്ത് വിലപിക്കാൻ തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ.